നമസ്കാരം ഭക്തിജനങ്ങളെ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദസ്പർശമേറ്റ് ഭാരതത്തിലെ ഏറ്റവും പരിശുദ്ധമായ പുണ്യഭൂമിയായ മഥുരയിലേക്ക് ഏവർക്കും സ്വാഗതം. യമുനാ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യനഗരത്തിൽ ഇന്നും കൃഷ്ണഭക്തി അലതല്ലുകയാണ്. എന്നാൽ ഈ പുണ്യനഗരത്തിന്റെ ഒരു വശത്ത് 5000-ലധികം വർഷത്തെ കറുത്ത ചരിത്രവും പേറി നിൽക്കുന്ന ഇരുണ്ട ഒരു കോട്ടയുണ്ട്. ദ്വാപരയുഗത്തിൽ മഥുരയെ ഭീതിയിലാഴ്ത്തിയ ക്രൂരനായ രാജാവ് കംസൻ ജീവിച്ചിരുന്ന കൊട്ടാരം. കംസൻ കില എന്നറിയപ്പെടുന്ന ഈ പുരാതന കോട്ടയെക്കുറിച്ച് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ചരിത്രവും ഐതിഹ്യങ്ങളും ഒന്നുചേരുന്ന ഈ നിഗൂഢ ഭൂമിയിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത്. ഭഗവാന്റെ മഥുരയിലെ ഈ അദ്ഭുത കാഴ്ചകൾ പൂർണ്ണമായി അറിയാൻ വീഡിയോ ദയവായി ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഭാഗം 2. കംസന്റെ ക്രൂരഭരണവും ആകാശവാണിയും. കംസൻ വെറുമൊരു രാജാവായിരുന്നില്ല. സ്വന്തം പിതാവായ ഉഗ്രസേന മഹാരാജാവിനെ തടവറയിലടച്ച് മഥുരയുടെ ഭരണം പിടിച്ചെടുത്ത ക്രൂരനായിരുന്നു അയാൾ. കംസന്റെ അക്രമങ്ങൾ കാരണം മഥുരയിലെ ജനങ്ങൾ ജീവിച്ചിരുന്നത് കടുത്ത ഭയത്തിലായിരുന്നു. എന്നാൽ കംസന്റെ ജീവിതം മാറിമറിഞ്ഞത് സ്വന്തം സഹോദരിയായ ദേവകിയുടെ വിവാഹ ദിവസമായിരുന്നു. ദേവകിയെയും വസുദേവരെയും രഥത്തിൽ കൊണ്ടുപോകുമ്പോഴാണ് ആ ഭയപ്പെടുത്തുന്ന ആകാശവാണി ഉണ്ടായത്. കംസ, നീ ഇത്രയും സ്നേഹിക്കുന്ന നിന്റെ സഹോദരി ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്നതായിരുന്നു ആ അശരീരി. ആ നിമിഷം മുതൽ കംസന്റെ മനസ്സിൽ മരണഭയം വേരൂന്നി. അയാൾ ദേവകിയെയും വസുദേവരെയും ചങ്ങലകളാൽ ബന്ധിച്ച് തന്റെ കൊട്ടാരത്തിനടുത്തുള്ള കാരാഗൃഹത്തിലേക്ക് തള്ളി. ഭാഗം 3. കാരാഗൃഹത്തിന്റെ രഹസ്യവും ഇന്നത്തെ അവസ്ഥയും. ഇന്ന് നമ്മൾ കാണുന്ന ഈ കംസൻ കോട്ടയുടെ അടിത്തട്ടിൽ നിരവധി ഭൂഗർഭാറകളുണ്ട്. പുറം ലോകത്തിന് ഇന്നും അന്യമായ ചില നിഗൂഢമായ ഇടങ്ങൾ ഈ തകർന്ന ചുവരുകൾക്കുള്ളിലുണ്ട്. ദേവകിയെയും വസുദേവരെയും പാർപ്പിച്ചിരുന്ന ജയിൽ മുറിയിലേക്ക് ഈ കോട്ടയുടെ തറയ്ക്കടിയിൽ നിന്നും ഒരു രഹസ്യ ഗുഹാമാർഗം ഉണ്ടായിരുന്നുവെന്ന് പുരാണങ്ങൾ പറയുന്നു. തന്റെ മരണം കാത്ത് ആ കാരാഗൃഹത്തിൽ ജനിച്ച 7 പൈതങ്ങളെയും കംസൻ ക്രൂരമായി വധിച്ചു. ഓരോ കുട്ടിയുടെയും ജനനസമയത്ത് കംസൻ ഭയത്തോടെയും ദേഷ്യത്തോടെയും നടന്നു തീർത്ത ഇടനാഴികളാണ് ഇന്ന് ഈ കോട്ടയിൽ അവശിഷ്ടങ്ങളായി അവശേഷിക്കുന്നത്. മഹാഭാരത കാലത്തിനു ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ കംസന്റെ യഥാർത്ഥ കൊട്ടാരം പൂർണ്ണമായും തകർന്ന് വെറും മൺതിട്ടകളും അവശിഷ്ടങ്ങളും മാത്രമായി മാറിപ്പോയിരുന്നു. ഭാഗം 4. കോട്ടയുടെ പുനർനിർമ്മാണവും വാസ്തുവിദ്യയും. ഇവിടെയാണ് നമ്മൾ ഒരു ചരിത്ര സത്യം മനസ്സിലാക്കേണ്ടത്. കംസന്റെ യഥാർത്ഥ കൊട്ടാരം തകർന്നടിഞ്ഞതിനു ശേഷം 16ാം നൂറ്റാണ്ടിൽ മഥുര ഉൾപ്പെടുന്ന പ്രദേശം ഭരിച്ചിരുന്നത് മുഗൾ ചക്രവർത്തിയായ അക്ബർ ആയിരുന്നു. അക്ബറിന്റെ പ്രധാന സൈന്യാധിപനും വലിയൊരു കൃഷ്ണഭക്തനുമായിരുന്ന ജയ്പൂരിലെ രാജാ മാൻസിംഗ് ആണ് കംസന്റെ പഴയ കൊട്ടാരം നിന്നിരുന്ന അതേ അടിത്തറയ്ക്ക് മുകളിൽ ഈ കോട്ട വീണ്ടും പടുത്തുയർത്തിയത്. അക്ബർ ചക്രവർത്തിയുടെ പ്രത്യേക അനുവാദത്തോടെയായിരുന്നു ഈ പുനർനിർമ്മാണം. അതുകൊണ്ടുതന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ കോട്ടയുടെ ചുവരുകളിൽ രജപുത്ര ഹിന്ദു ശൈലിയും മുഗൾ ശൈലിയും ഒരുപോലെ കാണപ്പെടുന്നത്. വലിയ ചതുരാകൃതിയിലുള്ള ചുവന്ന മണൽക്കല്ലുകൾ സിമന്റോ മറ്റ് ആധുനിക കൂട്ടുകളോ ഇല്ലാതെയാണ് പരസ്പരം കോർത്തുവിളക്കി നിർത്തിയിരിക്കുന്നത്. 5000-ലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതിന്റെ അടിത്തറ ഇളകാതെ നിൽക്കുന്നത് അന്നത്തെ വാസ്തുവിദ്യയുടെ അത്ഭുതമാണ്. ഈ കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ യമുനാ നദിയുടെയും മഥുര നഗരത്തിന്റെയും അതിമനോഹരമായ ഒരു കാഴ്ച കാണാൻ സാധിക്കും. പണ്ട് കാലത്ത് ശത്രുക്കൾ നദീമാർഗം ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കംസന്റെ സൈന്യം ഉപയോഗിച്ചിരുന്നതും ഈ കോട്ടയുടെ മുകൾ ഭാഗമായിരുന്നു. കൂടാതെ 18ാം നൂറ്റാണ്ടിൽ ജയ്പൂരിലെ മഹാരാജാവായിരുന്ന സവായ് ജയ്സിംഗ് രണ്ടാമൻ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഒരു വലിയ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഈ കോട്ടയ്ക്ക് മുകളിൽ നിർമ്മിച്ചിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ അത് നശിച്ചു പോവുകയാണുണ്ടായത്. ഇന്ന് ഈ കോട്ട കേന്ദ്ര ഗവൺമെന്റിന്റെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഉള്ളത്. ഭാഗം 5. ഭഗവാന്റെ ജനനവും കൃഷ്ണാവതാരവും. എന്നാൽ കംസൻ എത്രയൊക്കെ കാവൽ ഏർപ്പെടുത്തിയിട്ടും ഭഗവാൻ കൃഷ്ണന്റെ ജനനം തടയാൻ അയാൾക്കായില്ല. ചിങ്ങമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമി തിഥിയിൽ രോഹിണി നക്ഷത്രത്തിൽ അർദ്ധരാത്രിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ കാരാഗൃഹത്തിൽ അവതരിച്ചു. ആ സമയം കാരാഗൃഹത്തിലെ വാതിലുകൾ തനിയെ തുറക്കപ്പെടുകയും കാവൽക്കാർ ഉറക്കത്തിലാവുകയും ചെയ്തു. വസുദേവർ ശിശുവായ കൃഷ്ണനെയും എടുത്ത് കനത്ത മഴയത്ത് യമുനാ നദി കടന്ന് അമ്പാടിയിലേക്ക് പോയി. അമ്പാടിയിൽ കൃഷ്ണൻ വളരുമ്പോൾ ഇവിടെ മഥുരയിലെ ഈ കൊട്ടാരത്തിൽ ഇരുന്ന് കംസൻ ഭയത്താൽ വിറയ്ക്കുകയായിരുന്നു.
കൃഷ്ണനെ വധിക്കാൻ പൂതനയെയും ശകടാസുരനെയും പോലുള്ള വലിയ അസുരന്മാരെ കംസൻ അയച്ചതും ഈ കൊട്ടാരത്തിൽ വെച്ച് പദ്ധതികൾ ഇട്ടുകൊണ്ടായിരുന്നു. പക്ഷേ ഭഗവാന്റെ ലീലകൾക്ക് മുന്നിൽ കംസന്റെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെട്ടു. ഭാഗം 6. കംസവധവും വിശ്രാംഘട്ടിന്റെ പുണ്യവും. ഒടുവിൽ മഥുരയിലെ ജനങ്ങളെ കംസന്റെ ക്രൂരതയിൽ നിന്നും രക്ഷിക്കാൻ ഭഗവാൻ കൃഷ്ണനും ജ്യേഷ്ഠൻ ബലരാമനും മഥുരയിലേക്ക് എത്തി. ഈ കൊട്ടാരത്തിന്റെ സഭാമണ്ഡപത്തിൽ വെച്ചാണ് ഭഗവാൻ കംസനെ വധിക്കുന്നത്. അധർമ്മത്തിന്റെ പ്രതീകമായ കംസന്റെ പതനം മഥുരയിൽ പുതിയൊരു പുലരിക്ക് കാരണമായി. കംസനെ വധിച്ചതിന് ശേഷം അമിതമായ ക്ഷീണം കാരണം ഭഗവാൻ കൃഷ്ണനും ബലരാമനും യമുനാ നദിക്കരയിൽ വന്ന് വിശ്രമിക്കുകയുണ്ടായി. ഭഗവാൻ വിശ്രമിച്ച ആ പുണ്യസ്ഥലമാണ് ഇന്ന് മഥുരയിലെ ഏറ്റവും പ്രശസ്തമായ വിശ്രാംഘട്ട്. കംസന്റെ കോട്ടയ്ക്ക് തൊട്ടടുത്താണ് ഈ ഘട്ട് സ്ഥിതി ചെയ്യുന്നത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ നടക്കുന്ന യമുന ആരതി കാണാൻ ലോകമെമ്പാടുമുള്ള ഭക്തരാണ് എത്താറുണ്ട്. കംസന്റെ കൊട്ടാരം ഇന്ന് തകർന്നടിഞ്ഞ് ആർക്കും വേണ്ടാതെ കിടക്കുമ്പോൾ ഭഗവാൻ കാലുകുത്തിയ വിശ്രാംഘട്ട് ഇന്നും ലക്ഷക്കണക്കിന് ഭക്തരിലേക്ക് ശാന്തി പകർന്ന് നിലകൊള്ളുന്നു. അത് തന്നെയാണ് ധർമ്മത്തിന്റെ യഥാർത്ഥ വിജയം. ഭാഗം 7. അധർമ്മം എത്ര തന്നെ ശക്തമായാലും ഒടുവിൽ ധർമ്മം തന്നെ ജയിക്കും എന്ന വലിയൊരു സന്ദേശമാണ് കംസൻ കിലയും മഥുരയിലെ ഈ തിരുശേഷിപ്പുകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മഥുരയിലും വൃന്ദാവനത്തിലും പോകുന്ന ഭക്തർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചരിത്ര സ്മാരകം കൂടിയാണിത്. ഈ പുണ്യഭൂമിയുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. പ്രിയ പ്രേക്ഷകരെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ ഭക്തിസാന്ദ്രമായ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്ത വീഡിയോയിൽ മറ്റൊരു പുണ്യക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ജയ് ശ്രീകൃഷ്ണ.